നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ശ്രീയേല ചേച്ചിയുടെ ഒരു കാര്യേ വലിയ ബിസിനസ്സുകാരിയാ. കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വലിയ സാമർഥ്യ. പക്ഷേ സന്ദീപിന്റെ കാര്യത്തില് ആള് വെറും പൂച്ചയാ. അച്ഛന്റെ കാര്യം അങ്ങനൊക്കെ തന്നെയാ. അവൻ എന്താവശ്യപ്പെട്ടാലും അങ്ങനെ അങ്ങ് തുള്ളും. ശ്രീകലാമ്മ അവന്റെ താളത്തിന് തുള്ളി ഇവിടെ നിക്കേ കിടക്കെ എന്തു വേണോ ചെയ്യട്ടെ. എനിക്കെന്തായാലും പോയേ പറ്റൂ. ഞാൻ പോകും. മല്ലി ആന്റി പോയാ പിന്നെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാവത്തില്ലേ? എന്നാ നീയും കൂടെ വാ, നമുക്ക് രണ്ടാൾക്കും കൂടി അങ്ങ് പോവാം. അത് ശരിയാവില്ല മല്ലി ആന്റി. നമ്മള് വന്നതേ അവന്റെ കല്യാണം നടത്തി കൊടുക്കാനല്ലല്ലോ, അത് മുടക്കാൻ വേണ്ടിയല്ലേ? അതെ, പക്ഷെ നമ്മളൊന്നും ചെയ്യേണ്ടി വന്നില്ലല്ലോ. അത് മുടങ്ങിയില്ലേ? അത് മുടങ്ങി, പക്ഷെ അത് എന്നേക്കുമായിട്ടുള്ള മുടക്കമാണെന്ന് പറയാറായിട്ടില്ല. അവൻ അവളെ ശരണമൊന്നും പറഞ്ഞു ഒരേ നിപ്പല്ലേ. അവന്റെ ഈ പ്രണയം കണ്ടിട്ടെ ശ്രീകലാമയുടെ മനസ്സലിഞ്ഞു പോയാ എന്താവും സ്ഥിതി? എന്താവും? ആ പെണ്ണിനെ കെട്ടിക്കൊള്ളാൻ അവർ അനുവാദം കൊടുക്കൂലേ? എന്നിട്ടോ കാലു വയ്യാത്തവളെയും കെട്ടിയെടുത്ത് അമ്മ മോനും കൂടി അങ്ങ് നാട്ടി വരും. അത് കാണാൻ എനിക്ക് വയ്യന്റെ ആന്റി. അതുകൊണ്ടാ ആന്റിയോട് ഞാൻ പറയുന്നത് ഇവിടെ നിൽക്കാൻ. അവന് സമ്മതം കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു നീക്കം ശ്രീകലാമയുടെ ഭാഗത്തു നിന്നുണ്ടായ അപ്പൊ പണി തുടങ്ങണം, അത് മുടക്കണം. അതിന് നമ്മൾ ഇവിടെ നിന്നേ തീരൂ ആന്റി. ആ ദയയുടെ കഥ കഴിഞ്ഞതോടെ അവനെല്ലാം തകർന്ന് ഒതുങ്ങിയതാ. കാര്യങ്ങൾ നമ്മുടെ കരയിൽ എത്തുമെന്ന് ഉറപ്പിച്ച് അന്ന് നമ്മളൊന്ന് സമാധാനിച്ചതാ. ഇപ്പൊ വീണ്ടും ഒരു പെണ്ണ്, പുതിയൊരു ബന്ധം. നമുക്ക് പണി തരാനാ അവന്റെ നീക്കം. പണി നമുക്കല്ല ആന്റി, അവനാ. അവന് നമ്മൾ പണി കൊടുക്കണം. അതിന് ആന്റിയുടെ എന്റെ കൂടെ വേണം. എന്തായാലും ഒരു കല്യാണത്തിന് അവനെ അനുവദിച്ചുകൂടാ. നീ പറയുന്നതാ ശരി. ഞാൻ എന്തായാലും പോകുന്നില്ല. സന്ദീപ് സാർ, സാർ ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചോ? ചിലപ്പോ അങ്ങനെ വേണ്ടിവരും. അമ്മയ്ക്കും പറ്റും അതൊരു അസൗകര്യം എന്നുള്ള പ്രയാസേ ഉള്ളൂ. ഞാൻ കൂടെ ചെല്ലാത്തതുകൊണ്ട് അവരും പോകാതെ നിൽക്കുക. സാർ അവരുടെ കൂടെ പോണ സാറേ? എന്തോ അതിന് മനസ്സ് വരുന്നില്ല. എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ, അയാൾക്കൊപ്പം അല്ലെങ്കിലും അയാൾ ഉള്ള സ്ഥലത്ത് ജീവിക്കുന്നതിന്റെ ഒരു സന്തോഷം, സാധിക്കുമ്പോഴൊക്കെ ഒന്ന് കാണാൻ കഴിയുന്നതിന്റെ സുഖം, അതൊക്കെയാണ് ഇപ്പം എൻ്റെ ലോകം. അതുകൊണ്ട് ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. സാറേ, സൗപർണികയോട് സാറിന് അത്രയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സുരേന്ദ്രൻ ചേട്ടനോട് സംസാരിച്ചിട്ട് അവളെ ഒപ്പം കൂട്ടിക്കൂടെ? എൻ്റെ അച്ഛനെ കുറിച്ച് എനിക്ക് മങ്ങിയ ഓർമ്മകളേ ഉള്ളൂ. വാക്കുറപ്പിച്ച് അച്ഛന്ന് വിളിക്കാനാവും മുമ്പ് അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. പിന്നെ എല്ലാം അമ്മയാ. ഏത് കാര്യത്തിനും അമ്മ ഒപ്പം ഉണ്ടായിരുന്നു. അമ്മയുടെ അനുവാദമില്ലാതെ ഞാൻ ഒന്നും ചെയ്യാറില്ല രവി. സൗപർണികയുടെ കാര്യത്തിലും അമ്മയുടെ സമ്മതവും അനുവാദം കാത്തിരിക്കുക. ഞാൻ സംസാരിക്കാൻ കഴിയാത്ത, നേരാവണ്ണം നടക്കാൻ പോലും കഴിയാത്ത ഒരു കുട്ടിയുടെ കാര്യത്തില് അമ്മ സമ്മതം തരുമെന്ന് സാർ കരുതുന്നുണ്ടോ? രവിക്കറിയില്ല. കുറച്ചു മുമ്പ് എനിക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു, ദയ. അവളും അച്ഛൻ്റെയും അമ്മയുടെയും ഫാമിലി സ്റ്റാറ്റസിന് ചേർന്നൊരു കുട്ടിയൊന്നും ആയിരുന്നില്ല. ഇതുപോലെ തന്നെ. അന്നും ആദ്യമൊന്നും അമ്മ സമ്മതിച്ചില്ല. പിന്നീട് എൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞപ്പോൾ അമ്മ സമ്മതിച്ചു. എന്നിട്ട് ആ കുട്ടിയോ? ആ കുട്ടിയുടെ എല്ലാ തടസ്സങ്ങളും നീങ്ങി ഞങ്ങൾ ഒന്നാവുന്ന സാഹചര്യം വന്നപ്പോൾ അവളെ കാണാതായി. കാണാതായോ? അതെ, എന്ത് സംഭവിച്ചെന്ന് ഇപ്പോഴും അറിയില്ല. ഇപ്പോ സൗവർണയുടെ കാര്യത്തിലും അമ്മ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സറിയാവുന്ന അമ്മയ്ക്ക് ആ തീരുമാനം മാറ്റേണ്ടി വരും. എൻ്റെ ആഗ്രഹങ്ങൾക്കെതിരെ നിൽക്കാൻ അമ്മയ്ക്കാവില്ല. അമ്മ എപ്പോ അനുമതി തരും? എപ്പോ വേണമെങ്കിലും അമ്മയുടെ സമ്മതം കിട്ടും. ആ സമ്മതം കിട്ടിയാൽ ആ നിമിഷം സൗവർണിയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അമ്മയുടെ സമ്മതം വൈകിയാലോ? അല്ലെങ്കിൽ അമ്മ സമ്മതിച്ചില്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. സൗവർണിയെ കണ്ടും അവളോട് സംസാരിച്ചുമൊക്കെ ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. സാറേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? രവി പറ. നേരത്തെ പറഞ്ഞതാണ്.
ഒരിക്കൽ കൂടി പറഞ്ഞ സാറ് ദേഷ്യപ്പെടരുത്. ഇല്ല രവി, രവിക്ക് പറയാനുള്ളത് എന്തായാലും പറ. ഞാൻ പറയുന്നത് അഖിലയുടെ കാര്യമാണ്. സൗപർണികയുടെ അനുജത്തി നല്ല കുട്ടിയാ, സാറിന് ചേരും. ഏയ് വേണ്ട രവി, എന്നെ സംബന്ധിച്ചിടത്തോളം പകരം വെക്കാനില്ലാത്ത സൗഭാഗ്യമാണ് സൗപർണിക. എന്റെ ഇപ്പോഴത്തെ ജീവിതം അവള് തന്ന ദാനമാണ്. അതിനി മറ്റാർക്കും ആഗ്രഹിക്കാനോ അവകാശപ്പെടാനോ പറ്റില്ല. അത് അവൾക്ക് തന്നെ ഞാൻ മടക്കി കൊടുക്കും. സന്ദീപിനൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് സൗവർണയോടൊപ്പം വയ്ക്കും. അതിനെ തടസ്സപ്പെടുത്താൻ വരുന്ന ഒരു പ്രലോഭനത്തിനും എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. എന്തോ കാര്യമായിട്ട് അയവിറക്കുക. നീ വാ. ആശാനെ എന്തു പറ്റി? ഒന്നുമില്ലമ്മേ. അവിടെ ഇരിക്കടാ. നിന്റെ മനസ്സ് വിഷമിച്ചാല് അത് നിന്റെ മുഖത്ത് കാണും. നിന്റെ മുഖം വാടിയാല് എന്റെ നെഞ്ച് കത്തും. പറ, നിനക്ക് എന്തോ ഒരു വിഷമമുണ്ട്. തുറന്ന് പറ. പറയടാ. നീ ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയോ? അതോ അടുപ്പക്കാരോടെങ്കിലും പിണങ്ങിയോ? എന്തായാലും നീ പറ. എന്തുണ്ടെങ്കിലും തുറന്നു പറ. ഞങ്ങളുടെ അടുത്തല്ലാതെ വേറെ ആരുടെ അടുത്താ നീ അത് പറയാ? നിനക്കെന്തെങ്കിലും കാര്യം സാധിക്കാറുണ്ടെങ്കിൽ അത് പറയേ. എടാ, ഞാൻ നടത്തും. അത് വേണ്ടപ്പ. അപ്പനും അമ്മയെന്ന് അറിയേണ്ട കാര്യമല്ല. അതെന്താടാ അപ്പനും അമ്മയും അറിയാൻ പാടില്ലാത്ത കാര്യം? മോനെ, എന്ത് വിഷമമുണ്ടെങ്കിലും അത് ഏറ്റവും വേണ്ടപ്പെട്ടവരോട് പറയണം. ചിലപ്പോ അതിന് പരിഹാരം ഉണ്ടായെന്ന് വരില്ല, എന്നാ പോലും മനസ്സിനൊരാശ്വാസം വരും. മോൻ പറ. അമ്മ ചിരിക്കും, കളിയാക്കുകയും ചെയ്യും. ഇല്ലടാ, നീ പറ മോനെ. അത് എനിക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയോട്. അവള് കോളേജിൽ പഠിക്കുക. എന്നിട്ട് അവളിപ്പോ എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുക, കാണുമ്പോൾ കാണാത്ത പോലെ പോകുന്നു, ശല്യം ചെയ്യുന്നൊക്കെയാ പറയുന്നത്. അത് ശരി. അപ്പൊ കോളേജിൽ പോയി പഠിക്കണമെന്ന് പറഞ്ഞതിന്റെ പിന്നിലെ ഗുട്ടൻസ് ഇതാണല്ലേ? ഇഷ്ടങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുത് മോനെ. നിന്നെ അങ്ങനെ ചതിക്കുന്നവളോട് ഒരു ദയം കാണിക്കരുത്. വേറൊരു വഴിയില്ലെങ്കിൽ പിടിച്ചോണ്ട് വാടാ. അവളെയും കൂടുതൽ ഇവിടം വിട്ട് വേറെ എവിടെയെങ്കിലും പോവാം. ഇതെന്തൊരു വർത്താനോ? അവനെ മോഷ്ടിക്കാൻ പ്രേരിപ്പിച്ച് വിടുന്നതിനേക്കാളും വലിയ കുറ്റം ഇത്. നിങ്ങൾ പറയുന്ന വാക്കും കേട്ട് അവൻ പോയി കുട്ടിയും പിടിച്ചോണ്ട് വരും. പോലീസ് വന്ന് എല്ലാത്തിനും തൂക്കിയെടുത്തോണ്ട് പോവുകയും ചെയ്യും. പിന്നെ എന്താ ചെയ്യണ്ടേ? ഇഷ്ടമാണെന്ന് പറയുക, കുറെ നാള് കൂടെ നടന്ന് കൊഞ്ചുക, പിന്നെ അങ്ങ് തള്ളിക്കളയുക. ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇതാ മറുപടി. എന്റെ ദേവി, ഈ മനുഷ്യൻ എന്റെ ചെറുക്കനെ കൊലയ്ക്ക് കൊടുക്കുന്ന തോന്നുന്നേ.